നമസ്കാരം. കോൺഗ്രസ് സ്ത്രീ പീഡന ആരോപണങ്ങളിൽ മുങ്ങി നിൽക്കെ വി.ഡി. സതീശൻ അങ്ങ് ദുബായിക്ക് പോയി. നിങ്ങൾ എത്ര പേർ അത് അറിഞ്ഞു? എവിടെ അറിയാൻ? ആരറിയിക്കാൻ? അറിയിക്കേണ്ടവർ സതീശന്റെ ആ യാത്ര. എന്തുകൊണ്ടാണ് സതീശന് അത്തരം യാത്രകളിൽ വാർത്താ പ്രാധാന്യം ഇല്ലാതെ പോകുന്നു എന്നല്ല. സതീശൻ വിദേശത്തേക്ക് പോയാൽ പ്രതിപക്ഷ നേതാവ് വിദേശത്തേക്ക് പോയി എന്നൊരു വാർത്ത എവിടെയെങ്കിലും കാണേണ്ടതാണ്. പക്ഷെ നിങ്ങൾ ആരും കണ്ടിട്ടില്ല. എന്തുകൊണ്ട് കാണുന്നില്ല നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതാണ് നമ്മുടെ നാട്ടിലെ സവർണ മാടമ്പി നേതാക്കന്മാർക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ്. അവർക്കാകാം. അവര് പോകുന്നതൊന്നും വാർത്തയല്ല. അവരൊക്കെ പോകുന്നതെന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമല്ലേ, അവർക്കൊക്കെ പോകാവുന്നുള്ള കാര്യമുള്ളൂ. ഇനിയിപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഏതെങ്കിലും യാത്ര പോകുന്നതെങ്കിൽ അദ്ദേഹം ഇടുന്ന ഡ്രസ്സ്, പോകുന്ന ഫ്ലൈറ്റ്, ഇരിക്കുന്ന കസേര, കഴിക്കുന്ന ഫുഡ് തുടങ്ങി സകലതും ചർച്ചയാണ്. അതിനെ സംബന്ധിച്ച് മനോരമയ്ക്ക് ഒരാഴ്ചത്തെ പലതരത്തിലുള്ള വിവാദങ്ങൾ സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ സതീശൻ പോയ ദൃശ്യമോ സതീശൻ പോയ വാർത്തയോ എത്ര വിദഗ്ധമായിട്ടാണ് മുക്കിക്കൊടുത്തതെന്ന് ആലോചിച്ച് നോക്കിയേ. പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്രയും വലിയ വിവാദത്തിൽ മുങ്ങി നിൽക്കുന്ന സന്ദർഭത്തിൽ മനുഷ്യനായിട്ടുള്ള വ്യക്തികൾ പോകത്തില്ല. പക്ഷെ സതീശൻ പോവും. സതീശൻ അതിനുള്ള ലൈസൻസ് ഇവിടെ മാധ്യമങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയതിനു ശേഷം സതീശന് കിട്ടിയിരിക്കുന്ന ചില സ്വീകരണങ്ങളുടെ എല്ലാം ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. നോക്കിയേ, സതീശന്റെ അവിശുദ്ധ കൂട്ടുകെട്ടുകൾ. എന്തായാലും ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് സതീശന് വിദേശത്ത് പോയിട്ട് ഈ നാടിന് ഗുണകരമായിട്ടുള്ള ഒരു കാര്യവും ചെയ്യാനില്ല. ഈ നാട്ടിലെ നികുതിപ്പണം തന്നെ മുഴുവൻ ദൂർത്തടിച്ചും അതിൽ ആഡംബര ജീവിതം നയിച്ച് സർക്കാരിനെതിരെ കുത്തിത്തിരിപ്പ് പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള വ്യക്തി ദുബായിക്ക് ചെന്നപ്പോൾ അദ്ദേഹത്തിന് അവിടെ കിട്ടിയ ചില സ്വീകരണങ്ങളുടെയൊക്കെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ഒരു വ്യക്തിയുടെ ദൃശ്യമാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടത്. അതിൽ സുനിൽ അസീസ് എന്ന് പറയുന്ന വ്യക്തിയുടെ റോൾസ് റോയ്സ് വാഹനത്തിലാണ് പോയത്. കാര്യം പിണറായി വിജയൻ അവിടെ പോയി യാത്ര ചെയ്യുന്ന കാറിന്റെ കാര്യമൊക്കെ വന്നു. സതീശൻ ഒരു വ്യവസായിയുടെ കാർ എന്തിനു ഉപയോഗിച്ചു എന്നുള്ള ചോദ്യമൊന്നും നമ്മുടെ നാട്ടിൽ ഉണ്ടാകില്ല. എന്താണ് സതീശന് അവരുമായി റോൾസ് റോയ്സിലൊക്കെ കയറി പോകേണ്ട ബന്ധമെന്ന് ചോദിച്ചാൽ കഴിഞ്ഞില്ലേ നമ്മൾ കെട്ടിപ്പടുത്തുകൊണ്ടുവരുന്ന പല കാര്യങ്ങളും. അവർക്കാകാം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുത്ത് ഏതെങ്കിലും ബിസിനസ്സുകാർ വരികയാണെങ്കിൽ അവരെ വിവാദത്തിലാക്കാൻ ഒരു കഥ അങ്ങ് മെനഞ്ഞ് പുറത്തേക്ക് വിടും. അങ്ങനെയുള്ള ഒരു ശല്യവും സതീശന് കേരളത്തിലെ മാധ്യമങ്ങളെ കൊണ്ടുണ്ടാകില്ല. അതാണ് സതീശനും മാധ്യമങ്ങളും തമ്മിലുള്ള ഇരിപ്പോശം. പക്ഷെ അവിടെ ചെന്നതിന് ശേഷം ഒരു ഫോട്ടോ പുറത്തു വന്നിട്ടുണ്ട്. വിവാദം ഇത്രയും കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ, പാർട്ടിയെ ന്യായീകരിക്കേണ്ട സന്ദർഭത്തിൽ, പ്രശ്നങ്ങളെ എങ്ങനെയെങ്കിലും രമ്യമായി പരിഹരിക്കേണ്ട സന്ദർഭത്തിൽ സതീശൻ എന്തിനായിരിക്കും ദുബായിലേക്ക് പോയത്? സ്വാഭാവികമല്ലേ, സമ്മർദ്ദങ്ങൾ ഇറക്കി വയ്ക്കാൻ ഒരു ഇടം വേണ്ടേ? ഇത്രയും സമ്മർദ്ദം കയറി നിൽക്കുന്ന സതീശൻ ഏത് വിഷയത്തിലാണെന്ന് ചോദിക്കരുത്. ആ സമ്മർദ്ദം കയറി സതീശൻ അവിടെ പോയി കണ്ട ഒരു വ്യക്തിയുടെ ഫോട്ടോ പുറത്തു വന്നിട്ടുണ്ട്. നോക്കിയേ, രണ്ടുപേര് നീലയിട്ട് നിൽപ്പുണ്ട്. മൊത്തം നീല അഥവാ ബ്ലൂ എന്ന് വേണമെങ്കിൽ പറയാം. ആ കൂടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആളാരാണ് നിങ്ങൾക്കറിയോ? ഇപ്പോ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന ഒരു ദൃശ്യമാണ്. ആ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ബദ്രു കൈതപ്പൊയിൽ എന്ന് പറയും. അതായത് ലീഗിന്റെ മാമ അഥവാ ലീഗിന്റെ പിമ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഈ അടുത്ത കാലത്ത് ഇദ്ദേഹത്തിനെതിരെ ഒരു വിവാദം ഈ നാട്ടിൽ ഉയർന്നു വന്നിട്ടുണ്ട്. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. എന്നിരുന്നാലും കേൾക്കാത്തവർക്ക് വേണ്ടി അതൊന്ന് ഡെഡിക്കേറ്റ് ചെയ്യണം. അതായത് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട സ്ത്രീകൾ വിദേശത്തൊക്കെ ജോലി തേടി പോകുമല്ലോ. അങ്ങനെ എന്തെങ്കിലും സഹായം ചോദിച്ച് ബദ്രു കൈതപ്പൊയിൽ വിളിച്ചാൽ അദ്ദേഹം നല്ല വരുമാനം കിട്ടുന്ന മാർഗം പറഞ്ഞു കൊടുക്കും. അതായത് ഈ വിദേശത്തെ സെക്സ് റാക്കറ്റ് മാഫിയയിലേക്ക് സ്ത്രീകളെ കൊണ്ടുപോയി ചാടിക്കുന്ന ഒരു റാക്കറ്റ് വീരനാണ് ആ നിൽക്കുന്നത്. ആ റാക്കറ്റ് വീരനും സതീശനും തമ്മിൽ ഇത്ര മച്ചാ ബന്ധം എന്താണെന്ന് നമുക്കറിയണ്ടേ? അപ്പോ ആരാണ് ബദ്രു കൈതപ്പൊയിൽ എന്ന് നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ആ ഒരു ഓഡിയോ കേട്ടതിന് ശേഷം ഇയാൾ അടുത്തേക്ക് സതീശൻ ഓടിപ്പോയിട്ടുണ്ടെങ്കിൽ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ വ്യാഖ്യാനിക്കാം. അപ്പൊ പറയാ അവിടെ നമുക്ക് രക്ഷപ്പെടാനൊരു മാർഗം ഗൾഫല്ലേ, ഗൾഫ് പോയിക്കൂടെ, നിങ്ങൾക്കൊക്കെ ഹൈ ക്വാളിറ്റി ഉള്ള ആൾക്കാരല്ലേ, നിങ്ങൾക്ക് അതിന് അങ്ങനെ ചോദിക്കാം. അന്ന് പറയാ എന്റെ ഒരു സുഹൃത്ത് ഉണ്ട്, ഞാനിങ്ങനെ എടുക്കുന്ന വിളിക്കലും പറയലൊക്കെ ഉണ്ട്. ആര് പിന്നെ അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നല്ല ജോലി നല്ല സാലറി ഒക്കെ കിട്ടുമെന്ന് പറയാറുണ്ട്. അപ്പൊ എനിക്കിങ്ങനെ തോന്നി നിങ്ങൾക്ക് ഇവിടെ നിന്നിങ്ങനെ നിക്കണെങ്കിൽ നല്ല അങ്ങോട്ടൊക്കെ പോയിക്കൂടെ എന്നൊക്കെ ഒരു അഭിപ്രായം നമ്മളിങ്ങനെ പറയാ. നിങ്ങളുടെട്ടോ തീരുമാനം, ഞാനായി നിർബന്ധിക്കാനൊന്നല്ല. ഞാനിപ്പോ നിങ്ങളിങ്ങനെ പണിയെടുക്കുന്നതിനെ കൊണ്ട് ചെറിയ പമ്പളത്തിന് ഇവിടെ പണിയെടുക്കണതും അവിടെ പണിയെടുക്കണോ ഒക്കെ കണക്കല്ലേ എന്ന് ചോദിക്കാം. അങ്ങനെ ചോദിക്കുമ്പോ അങ്ങനെ പറയാ. അങ്ങനെ പറഞ്ഞിട്ട് ഓലെന്ത് ചെയ്യാ, മാക്സിമം ഇങ്ങോട്ട് പോരാനുള്ള താല്പര്യം ഉണ്ടാക്കിയെടുക്കണം അവർക്ക് താല്പര്യം. അതെ, പിന്നെ ഗൾഫിലായാല് അല്ലെങ്കിൽ എന്താ അത് ഒന്നിങ്ങനെ പറഞ്ഞ ഏത് അറിയോ, ഇപ്പൊ എനിക്ക് പ്രായ ഏജ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ
അല്ലെങ്കിൽ വിദ്യാഭ്യാസം കുറവായതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ പോവുകയായിരുന്നു, ഗൾഫായി നല്ലത്, അങ്ങനെ പറഞ്ഞ് മൂട് കേൾക്കുക. എന്റെ ഒരു സുഹൃത്തുണ്ട്, പുള്ളിക്കാരനായിട്ട് ഞാൻ സംസാരിക്കുമ്പോ ഒക്കെ നല്ല വേക്കൻസി ഉണ്ടാവും വിദ്യാഭ്യാസത്തിന്, പക്ഷെ എനിക്കതില്ലാത്തതിനെ കൊണ്ട് പോകാൻ പറ്റില്ലല്ലോ എന്ന് പറയാ, ഞമ്മളത് പറയാ. അപ്പോ എന്ത് ചെയ്യും, അവര് ഓൾറെഡി അതിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ, തിരിച്ചന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിക്കോ, ഗ്യാരണ്ടി ആയിട്ട്. അല്ല, നമ്മള് ഈ കൊണ്ടുപോകുന്നത് ഈ പറഞ്ഞ ഈ പെണ്ണുങ്ങളെ ഇങ്ങനെ നമ്മള് ഈ വേറെ ജോലിക്കാണെന്ന് അവർക്ക് അറിയുമ്പോ അവർക്ക് വിഷമം ഉണ്ടാവൂലേ? എന്നെ ആ ജോലി അല്ലല്ലോ, ആ ജോലിക്ക് നമ്മൾ പറഞ്ഞേക്കില്ലല്ലോ. പിന്നെ ഞാൻ എന്നോട് പറഞ്ഞെന്താ വെച്ചാൽ, ഇഞ്ഞാടെ റൂമിൽ ഒരു ജോലിക്ക് പോയൊക്കെ ചെയ്താലും ഓൾക്ക് ഒരു സൈഡായിട്ട്, അതായത് ഇപ്പോ സൈഡ്, അതായത് ഒരാൾക്ക് കൊടുത്താല് 1000-2000 ദിർഹംസ് കിട്ടണം. മറ്റേത് പോയാൽ 100 ദിർഹംസാ കിട്ടുക. അതില് 50 ഒരു കൊടുത്താൽ 1000-2000 രൂപ കിട്ടും. അതായത് എല്ലാവർക്കും നിരത്തി കൊടുത്താൽ അത് കിട്ടൂല. 1-2 ആളൊക്കെ പിന്നെ ഇടക്ക് വന്നിങ്ങനെ കൊണ്ടുവരുന്നതിന് 1000-1500 ഒക്കെ കിട്ടും. അങ്ങനെ അത് നിരത്തി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ 100 റുപ്യ 150 റുപ്യ ഒക്കെ ആക്കുക. അതിൽ മറ്റുള്ള റൂമിന്റെ വാടക 50 റുപ്യ കിട്ടുക. മറ്റേതല്ല, മറ്റേതൊരു റൂമിലേക്ക് എനിക്ക് വേണം തോന്നിയാല് ഞാൻ എന്നെ എന്റെ അടുത്ത് ഉണ്ട് എന്ന് പറഞ്ഞാൽ പറയാണ്, വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞാല് 1000 റുപ്യ എനിക്ക് വാങ്ങിയാൽ 500 ഓർക്ക് കൊടുത്താൽ 500 അഞ്ച് എടുത്തൂടെ? എനിക്ക് 500 കിട്ടും, അവർക്ക് 500 ദിർഹല്ലേ? അതെ, ദിർഹം. അതായത് നാട്ടിലെ 10,000 ആയി. 10,000 അല്ല 12,000. ഒരു 2 മണിക്കൂർ. ഇനിയിപ്പോ ഒരു നൈറ്റ് വേണോ, 10-150 പറയാ, അല്ല 1500 പറയാ, 750 എനിക്ക് കിട്ടൂലേ? അല്ല 500 കിട്ടൂലേ? ബാക്കി ഓർക്ക് 1000 ഓർക്ക് കൊടുത്തൂടെ? അങ്ങനെ നടക്കൂ. പിന്നെ അതല്ല, അവിടെ തന്നെ പിന്നെ ഈ നമ്മളെ എറണാകുളത്ത് തന്നെ ഓല് പണിയടിച്ച് നമ്മള് നല്ലോണം കമ്പി വർത്താനം പറഞ്ഞു കൊടുക്കണം. അതെ, അതായത് ഓലുമായിട്ട് എന്തെങ്കിലും സെക്സിലൊക്കെ ഇങ്ങനെ വർത്താനം പറയുമ്പോ നമ്മള് ഫ്രണ്ടിലായി കഴിഞ്ഞാൽ നമുക്ക് എന്തും പറയാലോ. ഒരു സ്ത്രീയെ വലയിലാക്കാൻ നോക്കി റാക്കറ്റിന്റെ ഭാഗമായിട്ട് കൊണ്ടുപോയി നല്ല വരുമാന മാർഗം ഉണ്ടാക്കാനുള്ള ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ്. ഇത്തരം കക്ഷികളടുത്തൊക്കെ സതീശൻ നിൽക്കുന്ന എങ്ങനെ നോക്കിയേ, കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന നിൽപ്പ് കണ്ടാൽ അവർ തമ്മിലുള്ള ആ ഇരിപ്പ് വശത്തെ കുറിച്ച് നിങ്ങളടുത്ത് പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ട. അപ്പോൾ സ്വാഭാവികമായിട്ടും സമ്മർദ്ദം കൂടി സമ്മർദ്ദം ഇറക്കാൻ വേണ്ടി ബദ്രു കൈതപ്പൊയിലിന്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ എന്ത് സമ്മർദ്ദമാണ് സതീശൻ ഇറക്കിയിട്ടുള്ളത് എന്നുള്ള ഒരു ചോദ്യം പ്രസക്തമാണ്. ഇവിടെയെങ്ങും പറ്റില്ല. ഇവിടെയൊക്കെ ആകെ പ്രശ്നമായിരിക്കുന്ന സന്ദർഭത്തിൽ നേരെ അദ്ദേഹം സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടി ബദ്രു കൈതപ്പൊയിലിനെ തിരക്കി അങ്ങ് ദുബായിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ എന്താണ് സതീശൻ അവിടെ പോയി സമ്മർദ്ദം ഇറക്കിയിരിക്കുന്നതെന്ന് നാട്ടുകാർക്ക് അറിയേണ്ടിയിരിക്കുന്നു. ഒരു സെക്സ് റാക്കറ്റ് മാഫിയക്കാരനുമായിട്ടൊക്കെ സതീശൻ ഇത്ര അടുത്ത ബന്ധം എന്താണ്? പ്രതിപക്ഷ നേതാവ് ഇതുപോലുള്ള വ്യക്തികളുമായിട്ട് ദുബായിൽ പോയി അത് നീല ഡ്രസ് ഇട്ട് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് നാട്ടുകാർക്ക് നല്ല സംശയമുണ്ട്. ആ ദുബായ് യാത്രയെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന ഈ ദൃശ്യം അത് സ്വാഭാവികമായിട്ടും പല ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. സതീശൻ ഇതുമായി ബന്ധപ്പെട്ട് നാടിനോട് വിശദീകരിക്കാൻ ഉത്തരവാദിത്വമുണ്ട്. പ്രതിപക്ഷ നേതാവിന് എങ്ങനെയാണ് വലിയ കച്ചവടക്കാരുടെ റോൾസ് റോയ്സ് നീല ഡ്രസ് ഇട്ട സെക്സ് റാക്കറ്റുകാരനോടൊപ്പം അതേ യൂണിഫോമിൽ ചെന്ന് കെട്ടിപ്പിടിച്ച് നിന്ന് എന്ത് സമ്മർദ്ദം ഇറക്കി തീർത്തു എന്ന് ഈ നാടിനോട് പറയേണ്ടിയിരിക്കുന്നു. ഈ നാടിന്റെ നികുതിപ്പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിദേശത്തൊക്കെ ചുറ്റിക്കറക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ വരും. പ്രത്യേകിച്ച് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി സമാനതകളില്ലാത്ത പ്രതിസന്ധിയിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ എന്ത് സമ്മർദ്ദം തീർക്കാനാണ് സതീശൻ ഫ്ലൈറ്റും പിടിച്ച് ദുബായിക്ക് പോയി എന്നുള്ള ന്യായമായിട്ടുള്ള കോൺഗ്രസുകാരുടെ സംശയത്തിന് കൂടി ഉത്തരം പറയാൻ സതീശന് ബാധ്യതയുണ്ടെന്ന് ഈ സന്ദർഭത്തിൽ പറയേണ്ടതുണ്ട്. ഒരു വലിയ വിവാദമാകേണ്ട ചിത്രമാണ്. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ സതീശനായതുകൊണ്ട് അത് ഇഗ്നോർ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചർച്ചയാക്കാതെ അവർ മുക്കുന്നുണ്ട്. മനോരമയുടെ കണ്ണിൽ ഇത് പെടുന്നില്ല. ഏതെങ്കിലും ഇടതുപക്ഷ നേതാവായിരുന്നെങ്കിൽ ഇത് മനോരമ ആഘോഷിച്ചേനെ. പക്ഷേ മനോരമ ആഘോഷിച്ചില്ലെങ്കിലും നാട്ടുകാർ അറിഞ്ഞിരിക്കുക, സതീശന് വിദേശത്ത് പോയി കഴിഞ്ഞാൽ സമ്മർദ്ദം ഇറക്കാനുള്ള സാഹചര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ചില സെക്സ് റാക്കറ്റ് മാഫിയ കണ്ണികൾ കൂടി വിദേശത്തുണ്ട് എന്ന് ആ ചിത്രം തെളിയിക്കുന്നുണ്ട്. ഈ യാത്രയിലും സമ്മർദ്ദം ഇറക്കാൻ വേണ്ടി ആ സെക്സ് റാക്കറ്റ് മാഫിയക്കാരൻ സഹായിച്ചോ എന്നുള്ള ചോദ്യമാണ് പ്രസക്തമാകുന്നത്.